എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കെ ആർ മീര എന്ന എഴുത്തുകാരിയുമായിട്ട് ഈ ഒരു സെഷൻ ചെയ്യാനിരിക്കുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതിങ്ങനെ പൊടിപ്പും അല്ലെങ്കിൽ കുറച്ച് തൊങ്ങലൊക്കെ ചേർത്തി നമ്മൾ പറയുന്ന ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഈ ആൾക്കൂട്ടം തന്നെ അതിനൊരു ഉത്തരമാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ കെ ആർ മീര എന്ന എഴുത്തുകാരിയെ വായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവരെ കേൾക്കാനും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരാളെ കേൾക്കാൻ പോകണമെങ്കിൽ അവരുടെ എഴുത്തിലൂടെ നമുക്ക് കിട്ടിയ കാര്യങ്ങളുണ്ടാവും. അതിനപ്പുറത്തേക്ക് അവർ പറയുന്ന കാര്യങ്ങളുണ്ട്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അവർ നടത്തുന്ന കലാപമുണ്ട്, ജീവിതം കൊണ്ട്. ഇപ്പം നമ്മളൊക്കെ പൊതുവേ നമ്മൾ പറയാം, നമ്മുടെയൊക്കെ ഒരു ആക്ടിവിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് വേർക്കാതെ ചെയ്യുന്നതാണ്. ചില പോസ്റ്റ് ഇടുന്നു, ചിലത് ഷെയർ ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ചില കഥകളിൽ നമ്മൾ എഴുതുന്നു, അതിനപ്പുറത്തേക്ക് നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. അതത്ര എളുപ്പമല്ല. കാരണം ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത്, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് നമ്മൾ നിരന്തരം എല്ലാവരും അറിഞ്ഞോ അറിയാതെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ളത്. ഇപ്പം ഇന്നലെ അടുത്ത് നടന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതികരിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരി പറയുകയും ചെയ്തു, ഒന്നും പറയാതിരിക്കാനുള്ള ബുദ്ധിയെങ്കിലും ഇതിനില്ലല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞു. അപ്പം അതായത് നമ്മളോട് സ്നേഹമുള്ളവരെന്ന് പറയും നമ്മൾ പ്രതികരിക്കേണ്ട. പിന്നെ നമ്മളൊരു കലാകാരി ഒക്കെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വേദികളോ അവാർഡുകളോ അല്ലെങ്കിൽ സൗഹൃദങ്ങളോ ഒക്കെ ഇങ്ങനെ പല പല പരിഗണന വെച്ചിട്ട് നമ്മൾ വിചാരിക്കും ഒന്നും പറയണ്ട, വളരെ സേഫായിട്ട് നിൽക്കാം. നമുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും റീച്ചുള്ളൊരു മീഡിയമാണ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ സിനിമയിൽ ഒരു വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അവർ എത്ര സേഫായിട്ടാണ് നിൽക്കുന്നത്. ഒരാൾ പോലും, വളരെ ചുരുക്കം പേരുണ്ടാവും, വേറെ ആരും തന്നെ ഒന്നും പറയാൻ റെഡിയല്ല. അവിടെയാണ് എനിക്ക് കെ ആർ മീര എന്നുള്ള വ്യക്തിയോട്, എഴുത്തുകാരി എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിയായ ബഹുമാനമുള്ളത്. കാരണം ജീവിതത്തിൽ വ്യക്തമായ നിലപാടുകളും രാഷ്ട്രീയവും ഉള്ള വ്യക്തിയാണ്. നിരന്തരം, അതെന്തുമാവാം, ഫാഷിസത്തോടൊന്നും മാത്രമല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോടൊക്കെ നിരന്തരമായിട്ട് കലാപങ്ങൾ ഉയർത്തുന്ന ആളാണ്. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് എളുപ്പമല്ല. ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയുടെ ഒരു കാലം കൂടി ആയതുകൊണ്ട് അറിയാലോ എന്തൊക്കെ തരം ഭാഷ, അതായത് അവിടെ ഒരു സാമൂഹിക മര്യാദയില്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ന് മാത്രമല്ല, ഇപ്പം കേരളത്തിൽ കുറച്ച് മുമ്പ് നടന്ന ഒരു സംഭവമൊക്കെ എഴുത്തുകാരുടെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ പോലും കൃത്യമായിട്ടൊരു നിലപാടെടുത്ത വളരെ ചുരുക്കം, വിരലിൽ തന്നെ എണ്ണാനുണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരാൾ കെ ആർ മീരയാണ്. ആ നിലപാടുകളും കലാപവും ഒക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂടെ മീരയുടെ കഥകളെക്കുറിച്ചുള്ള ചർച്ചയും കൂടിയാണ്. അപ്പം സ്വാഗതം ഈ സെഷനിലേക്ക്. താങ്ക് യു ഷാഹിന. ഞാൻ എഴുതി തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഷാഹിനയെ വായിച്ചു തുടങ്ങുന്നത്. അതിന് മുമ്പേ എഴുതുമായിരുന്നോ? ഇല്ല. പക്ഷേ എനിക്ക് വലിയ അസൂയ തോന്നിയിട്ടുള്ളത്, ഒരേ സമയം ഈ രണ്ട് മാധ്യമങ്ങളിൽ കൈയടക്കത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു സംവിധായകയുടെ റോളിലും ഒരു എഴുത്തുകാരിയുടെ റോളിലും അതിൻ്റെ ഒരു പ്രശ്നങ്ങളെ അതിൻ്റെ സമഗ്രതയിലും അതിൻ്റെ വിശാലതയിലും ഒക്കെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഈ യാത്രയിൽ ഷാഹിനയെ പോലെ, സോണിയയെ പോലെ, ഷീലയെ പോലെ ഒക്കെ സഹയാത്രികരുണ്ടാവുന്നത് വലിയ സന്തോഷമാണ്. ചോദ്യം വല്ലതും ചോദിച്ചോ? ഞാൻ വിമർശനങ്ങൾ എങ്ങനെയാണ് നേരിടുന്നതെന്നാണ് ചോദിച്ചത്. വിമർശനങ്ങളില്ലാത്ത ഒരു ജീവിതം ഒരിക്കലും എനിക്കുണ്ടായിരുന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഒരു മലയാളി മധ്യവർഗ സ്ത്രീക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരിശീലനം വിമർശനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ വിമർശനങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും വളരുന്നത്. വിമർശനങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല എന്നാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഒരു പീപ്പിൾ പ്ലീസർ ആകുന്നിടത്തോളം നിങ്ങൾ വിമർശനങ്ങൾ കേൾക്കുകയില്ല. പക്ഷേ അതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ, ഈ ജനങ്ങളെ പ്ലീസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഒരു കാര്യത്തിൽ നമ്മൾ പ്ലീസ് ചെയ്താൽ അടുത്ത ചോദ്യം ഇത്രയും പോരാ,
കുറച്ചുകൂടി പോരട്ടെ എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് എനിക്ക് കുട്ടിക്കാലം മുതൽ വിമർശനങ്ങൾ കേട്ട് നല്ല പഴക്കമാണ്. ആരും വിമർശിച്ചില്ലെങ്കിൽ ഒരു ചെറിയ സംശയം തോന്നാറുണ്ട്, വാസ്തവത്തിൽ ഞാൻ എടുക്കുന്ന നിലപാട്, തീരുമാനം ശരിയാണോ എന്ന്. അതുകൊണ്ട് വിമർശനങ്ങൾ പോരട്ടെ. ഇപ്പം മീര എനിക്ക് തോന്നുന്നു ചെറുപ്പം തൊട്ടേ എഴുത്താണ് എൻ്റെ ഒരു മാധ്യമം എന്നുള്ള ഒരു ബോധമുള്ള ആളായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ഒരു കഥ പ്രസിദ്ധീകരിച്ചു വരുന്നത്, കറുത്ത പട്ടി എന്ന് പറഞ്ഞിട്ട്. പിന്നെ കലോത്സവങ്ങളിലൊക്കെ കവിതയ്ക്കും കഥയ്ക്കും ഒന്നാം സ്ഥാനം നേടിയിരുന്ന ഒരാൾ പിന്നീട് ഒരു കഥ അയച്ചത് അവർ തിരിച്ചയച്ചു. മറുപടി കവറില്ലെങ്കിൽ കൂടി അയച്ചു. ഒരുപാട് വിമർശനങ്ങളോടുകൂടി അത് അച്ഛൻ്റെ കയ്യിൽ കിട്ടുന്നു. അന്ന് ഉണ്ടായ ഒരു ബഹളത്തിൽ തീരുമാനിച്ചത് എനിക്ക് സ്വന്തമായ ഒരു അഡ്രസ്സ് ഉണ്ടാവും, എൻ്റെ കയ്യിൽ കത്ത് കിട്ടുന്ന ഒരു കാലത്ത് ഞാൻ ഇനി എഴുതുമെന്ന് വെച്ചാൽ ആ ഒരു വാശി അന്നേ ഉണ്ട്. പിന്നെ നമ്മളിലുള്ള ഒരു ബോധ്യം നമുക്ക് എഴുതാമെന്നുള്ള. അപ്പം അത് കഴിഞ്ഞ് ഈ പറയുന്ന നമുക്കൊക്കെ സ്വന്തമായൊരു വിലാസം ഉണ്ടായി തുടങ്ങുന്നത് എപ്പോഴാണ് ഷാഹിന? എത്രയെല്ലാം കാലം നമ്മൾ കാത്തിരിക്കണം. നമുക്ക് സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇടമുണ്ട് എന്ന് നമ്മുടെ കുടുംബത്തിനകത്ത് സ്ഥാപിച്ച് കിട്ടാൻ, സ്കൂളിൽ സ്ഥാപിച്ച് കിട്ടാൻ, കോളേജിൽ സ്ഥാപിച്ച് കിട്ടാൻ, ഹോസ്റ്റലിൽ സ്ഥാപിച്ച് കിട്ടാൻ, തൊഴിലിടത്ത് സ്ഥാപിച്ച് കിട്ടാൻ എന്തൊരു യുദ്ധമാണ് നടത്തേണ്ടത്. ഇതെൻ്റെ ഇടമാണ്, എനിക്കിതിന് അവകാശമുണ്ട് എന്ന് നിരന്തരം നമ്മൾ പറഞ്ഞാലും അത് സമ്മതിച്ചു തരുന്നവരില്ല. അത് ഓർമ്മിപ്പിക്കുന്നത് ഏതോ വലിയ സ്വഭാവ വൈകല്യമാണ് എന്ന് പോലും ഒരു ഘട്ടത്തിൽ തോന്നാറുണ്ട്. സങ്കടകരമായ ഒരു കാര്യം, സ്ത്രീകൾ പോലും അത് റിയലൈസ് ചെയ്യുന്നില്ല എന്നാ, സ്വന്തമായിട്ട് ഒരു ഇടം വേണം എന്നുള്ളത്. ഞാൻ കുറേ പേരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല നമുക്കൊരു ഇടം വേണം. ഒരു എഴുത്തുമേശ ഇല്ല എന്ന് പറഞ്ഞ ഒരു മുതിർന്ന എഴുത്തുകാരിയെ എനിക്കറിയാം. അവരുടെ വീട്ടിൽ എല്ലാവരും എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരിത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പിന്നീട് ഈ പറയുന്ന നമ്മൾ സോക്കോൾഡ് കൺവെൻഷനൽ അല്ലാത്ത ഒരു ജേർണലിസം എന്നുള്ള മേഖലയിലേക്ക് പോകുന്നു. അതും അതുവരെ ആണുങ്ങൾ മാത്രം ജോലി ചെയ്ത ഒരു സ്ഥലത്ത് ചെയ്യുന്നു. പിന്നീട് ഈ പറയുന്ന ഒരു കഥയിലേക്ക് തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 3 സ്ത്രീകളാണ് വാസ്തവത്തിൽ എന്നെ കഥയിലേക്ക് തിരിച്ചു വിട്ടത്. അത് ഒരാളെ ഞാൻ വളരെ കുട്ടിക്കാലത്ത് കണ്ടതാണ്. ആ മുത്തശ്ശി പ്രായം ചെന്നിട്ടും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആളാണ്. രണ്ടാമത്തേത് പത്രപ്രവർത്തന ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ ഒരു സാമൂഹിക പ്രവർത്തകൻ്റെ ഭാര്യയാണ്. അവർക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ സാധിച്ചില്ല, ഭർത്താവ് അതിനനുവദിച്ചില്ല എന്നുള്ളൊരു ഇച്ഛാഭംഗത്തോടെയാണ് അവരന്ന് പെരുമാറിയത്. മൂന്നാമത് കണ്ടുമുട്ടിയ ആൾ ഈ ആദ്യം കണ്ട മുത്തശ്ശി, ആദ്യത്തെ കഥയ്ക്ക് കാരണക്കാരിയായ മുത്തശ്ശിയുടെ മകൾ തന്നെയായിരുന്നു, ലളിതാ പി നായർ. ആ അമ്മ വളരെ കാലം അവരുടെ മുമ്പ് എഴുതി വെച്ച കഥകളും കവിതകളും പ്രസിദ്ധീകരിക്കാൻ സാധ്യതകൾ തിരയുകയായിരുന്നു. അവരെ കണ്ടുമുട്ടിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അതായത് ഒരു സ്ത്രീക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായാലും അവരുടേതായ ചില ആഹ്ലാദങ്ങൾ സാധിച്ചില്ല, അത് സാക്ഷാത്കരിച്ചില്ല എന്ന കുറ്റബോധം, നഷ്ടബോധം തോന്നാനിടയുണ്ട്. ഒരു പക്ഷേ വാർദ്ധക്യത്തിൽ എനിക്കും അത് തോന്നാനിടയുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. പിന്നെ എഴുതി പബ്ലിഷ് ചെയ്യണമെന്നൊന്നും അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇത് കഥ എഴുതിയത് ഈ പത്രപ്രവർത്തന കാലത്തെ അന്നത്തെ കുറച്ച് വീർപ്പുമുട്ടലുകളും ശ്വാസം മുട്ടലും ഒക്കെ എഴുതി തീർക്കുകയായിരുന്നു. അതൊരു കഥാസസ് പോലെയാണ് ഞാൻ ആദ്യം കണ്ടതെങ്കിലും ഈ കഥ എങ്ങനെയുണ്ടെന്ന് അറിയാൻ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു അഭിപ്രായം തേടണമെന്ന് ഞാൻ ദിലീപിനോട്, എൻ്റെ ഭർത്താവിനോട് പറയുകയും പിന്നെ ഞാനത് കാണുന്നത് കഥ അച്ചടിച്ച് വരുമ്പോഴാണ്. വാസ്തവത്തിൽ ഞാൻ ആ കഥ പ്രസിദ്ധീകരിക്കാൻ അന്ന് ഒട്ടും സന്നദ്ധയായിരുന്നില്ല. എനിക്ക് മാനസികമായിട്ട് ഒരു പ്രിപ്പറേഷനും ഉണ്ടായിരുന്നില്ല, ഒരു എഴുത്തുകാരിയായി ഉപജീവന മാർഗം കണ്ടെത്തുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു എങ്ങനെയൊക്കെ ആയിരുന്നാലും ഞാൻ ഈ വഴി തന്നെ എത്തുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. തീർച്ചയായും ഇപ്പം എത്ര പേരാണ് വായിച്ച് അതൊന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഇപ്പോൾ കാണാനും പുസ്തകം സൈൻ ചെയ്യാനും വരുന്നത്. ഈ കഥ വന്നപ്പം ഒരു സഹപ്രവർത്തകൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, അതായത് ഞാൻ സ്ത്രീകളുടെ കഥകൾ വായിക്കാറില്ല, അത് അടുക്കളയിൽ നിന്ന് വരാന്ത വരെ എത്തുന്ന കഥകളാണ് എന്നുള്ളത്. ഇതെനിക്കൊന്നും മീര അത് എഴുതിയിട്ടുണ്ടാവും ഒരുപാട് കാലം മുൻപ്. പക്ഷെ ഇപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്നതാണ്, നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടും ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. കഥകൾ വായിക്കാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട് ശരിക്കും. കാരണം അതിൽ പുതുതായിട്ടൊന്നുമില്ല.
അതിൽ ഒരു പുരുഷൻ ആവിഷ്കരിക്കുന്ന ലോകങ്ങളില്ല എന്ന് പരാതിപ്പെടുന്ന പുരുഷന്മാരായ വായനക്കാർ ധാരാളമുണ്ട്. അവരെ കൊണ്ട് നമ്മളെ അംഗീകരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയായിട്ടൊക്കെ അന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാകുന്നത്, കൂടുതൽ കൂടുതൽ ജീവിക്കും തോറും ഞാൻ മനസ്സിലാകുന്നത്, ചില ആളുകൾക്ക് അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് അവർ അംഗീകരിക്കില്ല എന്ന് ആദ്യമേ തീരുമാനം എടുത്തവരാണ്. അവരെ തിരുത്താൻ ഒട്ടും എളുപ്പമല്ല. ഒരു സ്ത്രീയുടെ കഥകളിലാണ് ലോകം നിലനിൽക്കുന്നത്. ഒരുപാട് സ്ത്രീകളാണ് ഓരോ കഥാപ്രപഞ്ചത്തിൻ്റെയും അതിൻ്റെ ഇലയ്ക്ക് ഞരമ്പുകൾ പോലെ നിലകൊള്ളുന്നതെന്ന് ജീവിതത്തെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ വളരെ ആത്മാർത്ഥമായി സമീപിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയായാലും. പക്ഷെ അത് അംഗീകരിക്കാനുള്ള മനസ്സുള്ള ആളുകൾ കുറച്ച് പേര് ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളി. പക്ഷെ അത് ഇപ്പോഴെനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നാത്തത്, ഞാൻ അന്ന് എഴുതിയ പല കഥകൾക്കും വായനക്കാരുണ്ടാവുന്നത്, വായനക്കാരികളും വായനക്കാരന്മാരും ഉണ്ടാകുന്നത് പുതുതലമുറയിൽ നിന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ 25 വർഷം മുൻപ് ഞാൻ എഴുതി തുടങ്ങുമ്പോൾ അന്ന് എനിക്ക് കിട്ടിയതിനേക്കാൾ വായനക്കാരുടെ സ്നേഹം ഇന്നത്തെ എൻ്റെ മകളുടെ പ്രായമുള്ള അവരുടെ തലമുറയിലെ, അവർക്ക് പിന്നാലെയുള്ള തലമുറയിലെ വായനക്കാരിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്ന കാര്യം. ഈ ഇപ്പം നമ്മൾ പറഞ്ഞ അടുക്കള അല്ലെങ്കിൽ ഇതുവരെ വരാന്ത വരെ എന്ന് പറയുമ്പം ഇത് മീര ഒരു കഥയിൽ വളരെ മനോഹരമായിട്ട് ഈ ഒരു വ്യത്യാസമുണ്ടല്ലോ. അതായത് നമ്മുടെയൊക്കെ വിപ്ലവം പുറത്ത് ചെരുപ്പഴിച്ച് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ കയറുന്നത്. ഒട്ടും ഡെമോക്രസി ഇല്ലാത്ത സ്ഥലം വീട്ടിലാണ്, അവിടെ നിന്നാണ് തുടങ്ങേണ്ടതെങ്കിലും. ഇത് ഒരു ഒറ്റ വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ മച്ചകത്തെ തച്ചൻ എന്ന് പറഞ്ഞ കഥയിൽ. അതായത് 2000 വർഷം പഴക്കം പാരമ്പര്യം എന്നൊക്കെ പറയുന്ന നിറയെ കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെ ഉള്ളിടത്ത് അടുക്കളക്കെട്ടിനെ പറയുമ്പോൾ ഒരൊറ്റ വാചകമാണ് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട്. അതായത് അമ്മമ്മയും തേവി പണിക്കത്തിയും പോലെ ആ വ്യത്യാസം. അമ്മമ്മ നല്ല കസവിൻ്റെ നേരിയതൊക്കെ കൊടുത്ത് തോടയൊക്കെ ഇട്ടിട്ടാണ്. തേവി പണിക്കത്തിയാണെങ്കിൽ ആ അടുക്കളയിൽ വെന്ത എല്ലാ കറികളുടെയും കറ നിറഞ്ഞ മുണ്ടും പാകമില്ലാത്തൊരു മുഷിഞ്ഞ കുപ്പായവുമാണ്. അങ്ങനെ ഉണങ്ങി ശോഷിച്ച ഒരു സ്ത്രീ. ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ശക്തമായിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ചിന്തയിലുള്ളതാണ്, ഇപ്പോഴും പോവാത്തത്. ഈ പറയുന്ന ഈ സ്ത്രീകളെന്ന് പറയുമ്പോഴേ, പക്ഷെ അത് അത്രയും ഭംഗിയായിട്ട് അതിനങ്ങ് സബ്വേർട്ട് ചെയ്തു. ആ കഥയിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഈ നെറേറ്റർ, ആ കുട്ടി, ഒരു പെൺകുട്ടി പറയുന്നത്, ഈ മച്ചിലെ വട്ടെഴുത്ത് പോലെയാണ് നമ്മുടെ തലയിലെഴുത്ത്. സ്ത്രീയുടെ കാര്യം പറയാണ്. ഇതാരും വായിക്കാൻ മെനക്കെടുന്നില്ല, അല്ലെങ്കിൽ ഇതാർക്കും അറിയില്ല, അതിനത്രേ ആവശ്യമുള്ളൂ, പ്രാധാന്യമുള്ളൂ എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഒരു 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 ചിന്തയുണ്ടല്ലോ. അപ്പം ഇത് എന്ന് മാത്രമല്ല, അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു ഈ പണ്ടാത്ത അച്ഛൻ പണിത ഒരു കൊളുത്ത്, മേക്കട്ടി ഇതൊക്കെ ഇടുന്നത്, കൊതുകുവലയൊക്കെ ഇടുന്നത്, അത് ചില ഇതിൽ നമ്മൾ ആംഗിളിൽ നോക്കിയാൽ അതൊരു താമര മൊട്ടാണ്. ചില സമയത്ത് അതിങ്ങനെ കുത്താൻ വിടാൻ പോകുന്ന ഒരു കത്തിയുടെ മുനയാണ്. ഇത് രണ്ടും തമ്മിൽ ഒന്നൊന്നിനോട് സാദൃശ്യം തോന്നുന്ന വിധം കാലാന്തരത്തിൽ മാറിപ്പോകുമെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനത് ചോദിക്കാൻ കാരണം ഈ അതിൽ, അതായത് ഒരു വളരെ സട്ടിലായിട്ടുള്ള ഒരു സെക്ഷൽ കൊണോട്ടേഷൻ ഉണ്ട്. ഈ താമര പൂ വിരിഞ്ഞു എന്ന് ഈ പെൺകുട്ടികൾ പറയുന്ന, അവർക്ക് ചിലപ്പോൾ തോന്നും ഈ പറയുന്ന തച്ചൻ പല രൂപത്തിൽ ജനലിൻ്റെ അടുത്തും അമ്പലപ്പറമ്പിലൊക്കെ കാണുന്നു. അപ്പോൾ താമര മൊട്ട് പൂ വിടർന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ഇതൊരു കത്തിയുടെ മൊനയുമാണ്. സ്ത്രീകളെ സദാ ഓർമ്മിപ്പിക്കുന്ന ഈ പാരമ്പര്യത്തിൻ്റെ, ഈ പാരമ്പര്യം നിലനിർത്താനും അച്ഛനാണ് താല്പര്യം. അമ്മ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയുന്നിടത്ത്, ഈ പറയുന്ന നമുക്ക് ഈ ഒരു ബോധമില്ലാതെ, ഈ ഒരു തൂങ്ങി നിൽക്കുന്ന ഒരു കത്തിയുടെ മൂർച്ചയില്ലാതെ ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ജീവിക്കാനും പറ്റുന്ന ഒരു കാലം. നമുക്ക് മുമ്പിലിരിക്കുന്ന കുട്ടികൾ വേണം അതുണ്ടാക്കാൻ. അവരിവിടെ വെയിൽ കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ അലട്ടുന്നുണ്ട്. ശരിക്കും ആ കഥയുടെ ഒരു രസകരമായൊരു ഒരു പിന്നാമ്പുറമുണ്ട്. ഈ കഥ, മച്ചകത്തെ തച്ചൻ എന്ന കഥ, എൻ്റെ ആദ്യകാല കഥകളിലൊന്നാണ്, ആദ്യം എഴുതിയ കഥകളിലൊന്നാണ്. ആ കഥയ്ക്ക് വാസ്തവത്തിലൊരു പ്രേരണയായത് എൻ്റെ തന്നെ അച്ഛൻ്റെ വീട്ടിലെ ഒരനുഭവമാണ്. അപ്പോൾ ഈ വീട്ടിൽ ഉപ്പുമാങ്ങാഭരണി വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു വീടിനകത്ത്, അച്ഛൻ്റെ വീട്ടിനകത്ത്. പിന്നെ അതിൽ മച്ചിന്മേലൊക്കെ കയറിപ്പോകുന്ന
ഒരു തടി ഏണി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ തടി ഏണി കയറി ഇരുട്ടിലേക്ക് നോക്കാൻ. അവിടെ മരപ്പെട്ടിയും എലിയും ഒക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ അച്ഛൻ്റെ പെങ്ങള് നന്നായിട്ട് കഥ പറയുമായിരുന്നു. രമ അപ്പച്ചി അപ്പച്ചി എന്നോട് പറഞ്ഞു തന്നു, രാത്രിയിൽ കിടക്കുമ്പോൾ പറഞ്ഞു തന്നു, ഇങ്ങനെ ഇവിടെ പണ്ട് ഒരു മരപ്പണിക്കാരൻ ഈ പടി കയറി മുകളിലേക്ക് പോയിട്ട് തിരിച്ചു വന്നില്ല. അപ്പോൾ ഈ മരപ്പെട്ടി അനങ്ങുമ്പോഴും എലി അനങ്ങുമ്പോഴും ഒക്കെ ഇത് അയാളാണ് എന്ന് പറയുമായിരുന്നു. പക്ഷെ വളരെ കാലത്തിന് ശേഷം ഞാൻ കഥ എഴുതാനിരുന്നപ്പോൾ പെട്ടെന്ന് അന്ന് ഞാൻ താമസിച്ചിരുന്നത്, ഈ പർട്ടിക്കുലർ കഥ എഴുതുമ്പോൾ ഞാൻ താമസിച്ചിരുന്നത് മരം കൊണ്ടുണ്ടാക്കിയ കൂട് പോലെ ഒരു വാടക വീട്ടിലാണ്, ഒരു ചെറിയ വീട്, എൻ്റെ പത്ര ഓഫീസിൻ്റെ അടുത്ത്. അപ്പോൾ അതിനും മച്ചും അതിന് ഈ തട്ടുമുട്ട് ശബ്ദങ്ങളും പതിവായിരുന്നു. പെട്ടെന്നൊരു ദിവസമാണ് എനിക്കിത് ഓർമ്മ വന്നതും. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ താമസിച്ചിരുന്നൊരു വീട്ടിലും ഇതേപോലെ ഒരു എന്തോ ഒന്നിങ്ങനെ അപ്രത്യക്ഷമായി പോകുന്ന പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. അത് പൂച്ചയുടെ വാലാണോ മരപ്പട്ടിയുടെ വാലാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്കിതെല്ലാം കൂടെ എന്നെ അത് വല്ലാതെ പിടിച്ചു കുലുക്കി. അങ്ങനെയാണ് ഈ വച്ചകത്തെ തച്ചൻ എന്ന കഥ ഉണ്ടാവുന്നത്. ആലോചിക്കും തോറും അതിന് അടരുകൾ കൂടുതലുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, ചില കഥകൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ മച്ചിന്മേൽ ഇങ്ങനെ ആത്മാക്കളായിട്ട് അവശേഷിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് അവർ താഴേക്ക് ഇറങ്ങി വരികയും അല്ലെങ്കിൽ കൊട്ടും മുട്ടും കൊണ്ട് നമ്മളെ ശല്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും എന്നതാണ്. പ്രണയത്തെ കൂടെ പറയാതെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ. പ്രണയമില്ലാതെ എനിക്കൊരു കഥയില്ല. എന്നിട്ടാണ് ആളുകൾ പറയുന്നത് ഞാനെന്തോ പറഞ്ഞു എന്ന്. പുരുഷന്മാർക്ക് പ്രണയിക്കാറില്ല. എനിക്ക് പ്രണയിക്കറിയാം കേട്ടോ. അതുകൂടെ ഞാൻ ചോദ്യത്തിലേക്ക് വരാൻ പോവുകയായിരുന്നു. കാരണം അത് പറഞ്ഞു, മിസ്കോട്ട് ചെയ്തു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് മിസ്കോട്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, സംസാരിക്കുന്ന എല്ലാവരെയും ആളുകൾ മിസ്കോട്ട് ചെയ്യും. സൈലൻസിനെ മാത്രമാണ് മിസ്കോട്ട് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് മനുഷ്യർ നിശബ്ദരായിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് മിസ്കോട്ടിംഗ് എന്ന് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്തെ നമ്മൾ പറയുന്ന കോണ്ടെക്സ്റ്റോ മുഴുവൻ പോലും കേൾക്കില്ല. അതൊന്നും ഒരു കഷ്ണം എടുത്ത് റീൽസോ ഇതോ ഇടുന്നു, പിന്നെ അല്ല, അത് കൃത്യമായും അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിൻ്റെ അജണ്ട സംസാരിക്കുന്ന ഒരാളെ നിശബ്ദയാക്കുക എന്നത് തന്നെയാണ്. മിസ്കോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക, പിന്നീട് നമ്മൾ സത്യം പറയാൻ നമ്മൾ നിർബന്ധിതരാകുക, നമ്മൾ വാദിക്കാൻ, നമ്മുടെ ഭാഗം വാദിക്കാൻ നിർബന്ധിതരാകുക, ആക്കുക. ഇതൊക്കെ ഒരുതരം രാഷ്ട്രീയമായ ഒരു എന്താണ് പറയേണ്ടത്, ഗെയിമാണ്. ഈ ഗെയിമിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് വരുന്ന കാലത്തെ പെൺകുട്ടികൾക്കും സത്യം പറയാനും അവരവരെ സത്യസന്ധതയോടെ നേരിടാനും ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്കും ഏറ്റവും കൂടുതൽ അംഗീകാരം ഈ സമൂഹത്തിൽ ആവശ്യമുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമൊക്കെ ഒരു മാതൃകയായിട്ട് നമ്മളിൽ ചിലർ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ അങ്ങ് തളർന്നു പോകുന്നുള്ള ധാരണയിലാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പ്രത്യേകിച്ചും അതിനെക്കുറിച്ച് അവർ ബോധേഡല്ല, അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രണയത്തിലേക്ക് വരട്ടെ. അതായത് ഇപ്പോൾ പ്രണയം, രതി അല്ലെങ്കിൽ രോഗമൊക്കെ എല്ലാവരും എഴുതുന്ന, മീരിയം ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ മോഹമഞ്ഞ ശരിക്കും ഇതിനെയൊക്കെ അങ്ങ് ഒരു സബ്വേർട്ട് ചെയ്ത കഥയാണ്. ഇപ്പം ഇത് ഷാഹിന ആ പ്രായത്തിൽ മാത്രം എഴുതാൻ പറ്റുന്നൊരു കഥയാണ്. എനിക്കിപ്പോൾ വിചാരിച്ചാൽ അങ്ങനെ ഒരു കഥ എഴുതാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ആ സമയത്തെ ഒരു പ്രണയത്തിൻ്റെ ഒരു യാദൃശ്ചികതയും അതിൻ്റെ ഒരു സാധ്യതയുമൊക്കെ വല്ലാതെ മനസ്സിനെ അലട്ടിയിരുന്ന ഒരു കാലത്തെ കഥയാണിത്. ആ കഥയ്ക്ക് പ്രേരണയായിട്ടൊരു ചെറിയ കഥയുണ്ട്. അത് ഞാൻ പത്രപ്രവർത്തകയായിരിക്കെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്, അന്നൊക്കെ ഈ ലോക്കൽ പേജിൽ സ്ഥിരമായിട്ട് ഇല്ലായ്മകളും വല്ലായ്മകളും, മെഡിക്കൽ കോളേജിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും വലിയ നിരന്തരം റിപ്പോർട്ടുകളായിട്ട് വന്നുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അന്ന് പരാതിയാണ്. ഒന്നാമത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് ഒരു 3 ജില്ലകളിൽ നിന്നുള്ള തിക്കും തിരക്കും അതിഭയങ്കരമാണ്. പിന്നെ അവിടെ ന്യൂസ് സ്റ്റോറീസിൻ്റെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസിൻ്റെ ഒരു അക്ഷയ ഖനിയാണ്. ഓരോ മെഡിക്കൽ കോളേജിൽ നമ്മൾ അന്ന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ തരം സ്റ്റോറികളും കിട്ടും. അപ്പോൾ അങ്ങനെ മെഡിക്കൽ കോളേജിനെ കുറിച്ചൊരു സ്റ്റോറി എഴുതാൻ എന്നെ അയക്കുന്നു. ഞാനവിടെ പോകുന്നു.
അപ്പോൾ അവിടെ ഓരോ ദിവസമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കയറി ഇറങ്ങി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിയുന്ന കാലമാണ്, ചോദിച്ചറിയുന്ന ജോലിയാണ്. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം മഴ പെയ്യുന്നു, പെട്ടെന്നൊരു മഴ പെയ്യുന്നു. അപ്പം ഞാൻ ഉടനെ ആദ്യം കണ്ട വരാന്തയിലേക്ക് കയറി നിൽക്കുന്നു. വാർഡ് നമ്പർ 23 ഓർമ്മ. ഈ പകർച്ചവ്യാധികളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഡിസീസസ് വാർഡാണത്. അന്ന് അവിടെ ഡോക്ടർ സജിത് കുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ കാലത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. അന്ന് ഞാൻ കാണുന്നില്ല, ഞാനവിടെ കയറി നിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു പുരുഷനാണ് ഉള്ളതെന്ന് തോന്നുന്നു. അയാളവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഓടിക്കയറി വന്നു, മഴയത്ത് കയറി നിന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. കുറേ സമയം കഴിഞ്ഞു. ഞാൻ കാണാൻ വന്ന ഡോക്ടറെ കാണാൻ പോകുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്ന അന്ന് കോഫി ഹൗസിലിരുന്ന് ഞാനും ഡോക്ടറും കൂടെ സംസാരിക്കുമ്പോൾ അടുത്ത ടേബിളിലിരുന്ന് ഈ സ്ത്രീയും പുരുഷനും വളരെ കാര്യമായിട്ട് സംസാരിച്ച് കാപ്പ് കുടിക്കുന്നതാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ഒരു സംശയം പോയി, ഇവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നോ? അപ്പം ഞാൻ ആ വരാന്തയിൽ നിൽക്കുമ്പോൾ ഇവർ രണ്ട് അപരിചിതരെ പോലെയാണ് അടുത്ത് നിന്നത്. പിന്നീട് എപ്പോഴായിരിക്കും ഇവർ പരിചയപ്പെട്ടത്? എങ്ങനെയായിരിക്കും ഇവർ പരിചയപ്പെട്ടത്? ഇവർക്ക് ആരെങ്കിലും പൊതുവായൊരു സുഹൃത്തുണ്ടായിരിക്കുമോ? എന്തായിരിക്കും അവരെ പരിചയപ്പെടാൻ പ്രേരിപ്പിച്ച കാരണം എന്നുള്ള ഒരു സംശയത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ആ കഥ ഉണ്ടാവുന്നത്. ഈ ആ കഥയുടെ ഒരു പ്രത്യേകത അതാ ഞാൻ പറഞ്ഞത്, ബാക്കി പ്രണയകഥയൊക്കെ ഒന്ന് സബ്വേർട്ട് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞത്, അതായത് ഇവരാരാണെന്നോ ഏകദേശം ഒരു വയസ്സ് പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. രണ്ട് രോഗമായിട്ട്, ഒരാൾക്ക് മഞ്ഞപ്പിത്തമാണ്, മറ്റേ ചാര നിറത്തിൽ കാണുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിലാദ്യം പറയുന്നു ഒരൊറ്റ വാക്കുണ്ട്. ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇവർ പരസ്പരം ബാധിതരായത് എന്ന് പറഞ്ഞിട്ട്. എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ? അതായത് എനിക്ക് തോന്നുന്നു കെയർമീരയുടെ കഥകളോ അല്ലെങ്കിൽ എന്ത് വായിക്കുമ്പോഴും എപ്പോഴും വളരെ പെക്യൂലിയറായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മളെ പെട്ടെന്ന് അങ്ങ് പിടിച്ചു നിർത്തുന്ന ഒരു പ്രയോഗമോ ഒരു വാക്കോ ഉണ്ടാവും. നമ്മൾ തിരിച്ചു വന്നതൊന്ന് 2-3 പ്രാവശ്യം വായിക്കുന്ന പോലെ. അപ്പം ആ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, പരസ്പര ബാധിതരായി. ഇതൊരു അബ്സ്ട്രാക്റ്റ് ഇല്ലസ്ട്രേഷൻ പോലെയാണ്. കാരണം ഇവരുടെ ഇമോഷൻസിനെ കുറിച്ചൊന്നും അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇവർ തമ്മിൽ പ്രണയം ഉണ്ടായിരിക്കാം, ഇവർ തമ്മിൽ ഈ പറയുന്ന ഒരു കാമം തോന്നിയിട്ടുണ്ടാവോ, ഉണ്ടായിരിക്കാം, നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു സാഹചര്യത്തിൽ എത്തുന്നു. എന്തൊരു ഒഴുക്കോടെയാണ്. എനിക്ക് തോന്നുന്നു കൃഷ്ണൻ നായർ അതിനെക്കുറിച്ച് ആ കാലത്ത് മാതൃഭൂമിയിൽ റിവ്യൂ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എന്നെ ഒരു എഴുത്തുകാരിയായിട്ട് വായനക്കാർ കരുതുന്നത് ആ ഒരു കഥ മുതലാണ്. എനിക്കിപ്പോൾ വലിയ സങ്കടം തോന്നാറുണ്ട്. മലയാളത്തിലെ കഥാകൃത്തുക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ ഞാൻ കഥ എഴുതുമായിരുന്നു എന്നുള്ളത് പോലും ആളുകൾ മറന്നുപോയി എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ അന്നക്കാലത്ത് അതങ്ങനെ ആയിരുന്നില്ല. മോഹമഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് വായനക്കാരുടെ സ്നേഹവും സന്തോഷവും അത്ഭുതവും ഒക്കെ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കൃഷ്ണൻ നായർ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പേസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇത്ര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ശരിയുമാണ്. കാരണം തിരക്കില്ല ആർക്കും. ഇരിക്കുന്നിടത്ത് നിന്ന് അവിടെ നിന്ന് ചായ കുടിക്കാം, ഒരു സിനിമ കാണാം, അവർ റൂം എടുക്കുന്ന അത് അത്രയും ആ ഒരു പതിഞ്ഞ താളത്തിൽ അങ്ങ് പോകുന്നു. അതുകൊണ്ട് നമുക്കിത് ഇന്നത് പറയാൻ വേണ്ടിയിട്ടാണെന്നില്ല, നമ്മൾ അതിൻ്റെ കൂടെ പോവാണ് ഈ രണ്ട് അപരിചിതരായ വ്യക്തിയെ കുറിച്ച്. ഇപ്പോൾ ഷാഹിൻ ആ കഥകളെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർഹൻ പാമുക്ക് എഴുതിയ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന പുസ്തകമാണ് ഓർമ്മ വരുന്നത്. അതായത് ഒരു പ്രണയബന്ധത്തിലെ ഓരോ ചെറിയ സംഗതികളും എടുത്തിട്ട് ഇത് ആ സംഭവത്തെ കുറിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഓരോ കഥയ്ക്കും കാരണമായ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്, ചെറിയ ചെറിയ ഓർമ്മയുടെ ഒരുപാട് ഫ്രാഗ്മെൻറ്റ്സ്. അത് കണ്ടെടുക്കുന്ന ഒരു ആനന്ദം ഈ കഥ പിന്നെയും ആലോചിക്കുമ്പോഴുണ്ട്. ഇപ്പം ഈ പറഞ്ഞ സോക്കോൾ കൺവെൻഷൻ അല്ലാത്ത ഒരു പ്രണയകഥയും കൂടെ പറയാം. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊരു വാചകം, ഈ സത്യൻ എന്ന് പറയുന്ന അയാൾ ബലാത്സംഗം ചെയ്യുന്നുണ്ട്, കൊലപാതകം ചെയ്യുന്നുണ്ട്, എല്ലാ അട്രോസിറ്റീസും നടത്തുന്ന ഒരു വ്യക്തിയാണ്. സ്ത്രീ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അയാൾക്ക് അറിയില്ല. അയാൾ കണ്ട് വളർന്നതോ അയാളുടെ ചുറ്റുപാടുകളോ അയാളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. പക്ഷേ ഈ 100നെ കണ്ടെത്തുമ്പോൾ അയാൾ പറയുന്നത് അവൾക്ക് വേണ്ടിയാണ് ഞാൻ പുരുഷനായിട്ട് ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന നമ്മൾ ഒരു രീതിയിലും നമുക്ക് ഒന്നിച്ച് സങ്കല്പിക്കാൻ പറ്റാത്ത രണ്ടുപേരാണ്. ഇവളെ കാണുമ്പോൾ ഇതൊരു ഈ പറയുന്ന അതിസുന്ദരിയായ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ബലാത്സംഗം ചെയ്യാനോ കൊല്ലാനോ വരുന്ന ഒരാളാണ്. അതും പ്രത്യേകിച്ച് നേരിട്ടുള്ള പകയൊന്നുമല്ല, മതങ്ങൾ തമ്മിലുള്ള ഒരു വരുന്നു. പക്ഷെ പിന്നീട് ഇവർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു ബന്ധം
അതിന് പിന്നിലൊരു കഥ, അത് ദിലീപിൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവത്തിൽ നിന്നാണ്. അപ്പോൾ ദിലീപ് സാധാരണ രീതിയിൽ ഇങ്ങനെ ജീവിതത്തെ പറ്റിയൊന്നും വലിയ കാര്യമായിട്ട് കാൽപ്പനികമായിട്ടൊന്നും എന്നോട് പറയാറില്ല. പക്ഷെ ഒരിക്കൽ ഇങ്ങനെ കോട്ടയത്ത് ആദ്യം വരുന്നത് ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപ് ആ പെൺകുട്ടിയെ കാണുന്നത് ദിലീപിൻ്റെ സുഹൃത്തായ, ഇപ്പോൾ മാതൃഭൂമിയിൽ ജേർണലിസ്റ്റായ പി മുരളീധരൻ നായരുമായിട്ടാണ്. മുരളിയും ദിലീപും കൂടി അന്ന് ദിലീപ് എനിക്കൊന്ന് ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനും മുരളി വിദ്യാർത്ഥിയുമായിരിക്കുന്ന കാലത്ത് എന്തോ ന്യൂസ് സ്റ്റോറി അന്വേഷിച്ച് തിരുവനന്തപുരം ചെഷയർ ഹോമിൽ പോവുകയും അവിടെ അതീവ സുന്ദരിയായ, മുരളിയുടെ വാചകങ്ങളിൽ പറഞ്ഞാൽ ക്ലിയോപാട്രയെ പോലെ, അതായത് മുരളി നേരിട്ട് കണ്ടതുപോലെയാണ് പറയുന്നത്, ക്ലിയോപാട്രയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുകയും ആ കുട്ടിയുടെ അരയ്ക്ക് താഴേക്ക് തളർച്ച ബാധിച്ചിരുന്നു എന്നറിഞ്ഞ് ഇവരാകെ ഞെട്ടിപ്പോവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ദിലീപ് എന്നോട് പറഞ്ഞ കഥ, ഈ കുട്ടി കുറേ കാലം കുട്ടിക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു. നന്നായിട്ട് വായിക്കുന്ന കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് ദിലീപും മുരളിയും പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു. വളരെ കാലത്തിന് ശേഷം പൊൻകുന്നം വർക്കിയെ ഇൻ്റർവ്യൂ ചെയ്യാനോ മറ്റോ ദിലീപ് കോട്ടയത്ത് വരുമ്പോൾ, അതോ മനോരമയിൽ ജോയിൻ ചെയ്യാനോ മറ്റോ കോട്ടയത്ത് വരുമ്പോൾ ഈ കുട്ടിയുടെ വീട് അന്വേഷിച്ച് പോയി. കാരണം ചെഷയർ ഹോമിൽ നിന്ന് ആ കുട്ടി വീട്ടിലേക്ക് പോയിരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ വീട് അന്വേഷിച്ച് വളരെ സാഹസപ്പെട്ട് ഈ വീട് അന്വേഷിച്ച് പോയി. പക്ഷെ എന്തോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ കാണാൻ സമ്മതിച്ചില്ല. സ്വാഭാവികമായിട്ടും, കാരണം അതൊരു മുസ്ലിം തറവാടാണ്. അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ അന്വേഷിച്ച് വരുന്നത് കൊണ്ടായിരിക്കാം അവർ കുട്ടിയെ കാണാൻ സമ്മതിച്ചില്ല. പിന്നെ എന്താ സംഭവിച്ചു എന്നറിയില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. എനിക്കത് വലിയൊരു സ്പാർക്കായിട്ട് തോന്നി. അത് ആ ഒരു അന്തരീക്ഷം. അപ്പം നമ്മളങ്ങനെ ഓരോ ജീവിത സന്ദർഭങ്ങളെ തിരുത്തി എഴുതാനുള്ള ശ്രമങ്ങളാണല്ലോ കഥകൾ. അപ്പോൾ ശരിക്കും ഞാൻ ആ പെൺകുട്ടിയായിട്ട് മാറുകയും ഞാൻ തന്നെ അങ്ങനെ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് പോവുകയും അതിലെ സത്യനും നൂറും ഞാൻ തന്നെ ആയ ഒരു കഥയാണ് സത്യത്തിൽ. അത് ആ കാലത്ത് ഞാൻ വളരെ വേഗം എഴുതി തീർത്ത കഥയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥയും അത് ഏറ്റവും അധികം വായനക്കാർ ഏറ്റുവാങ്ങിയ കഥയുമൊക്കെയാണ്. ഈ കഥയിൽ ഇപ്പം സത്യം എന്ന് പറയുന്ന ഒരു ആള്, അതായത് അയാൾ പറയുന്നുണ്ട്, നമ്മൾ ഈ ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ അധികം സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ഒരു കണ്ടീഷനിങ്ങിൽ ജീവിച്ചു പെട്ടുപോകുന്ന ആണുങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ഇതില് അയാൾ പറയുന്ന ആണെന്ന് പറയുന്ന പലതരം അഹന്തകളെ നമ്മളിപ്പോൾ കാണുന്ന, അത് ഞാൻ എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പുരുഷൻ്റെ അഹന്ത എൻ്റെ കുട്ടിക്കാലം മുതലേ കണ്ടിട്ടുണ്ട്. ആണാണ് എന്ന ഒറ്റ കാരണത്താലുള്ള അഹന്ത. ഇത് എൻ്റെ സഹപാഠികളിൽ ഒരു 4-5 വയസ്സ് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ഇതാരാണ് ഇവർക്ക് ഈ അഹന്ത കൊടുക്കുന്നത്? ആ അഹന്ത എന്താണ് എനിക്കില്ലാത്തത്? ഞാനൊരു പെണ്ണാണ് എന്നുള്ളൊരു അഹങ്കാരം എനിക്ക് എന്താ ഇല്ലാത്തത്? ഇത് ഞാൻ വളരെ വേദനയോടെ, അപകർഷബോധത്തോടെ ആലോചിച്ചിട്ടുണ്ട്. വളരെ കാലത്തിന് ശേഷം, പ്രത്യേകിച്ചും പുരുഷന്മാർ മാത്രമുള്ളൊരു ലോകത്ത് ജീവിക്കാൻ തുടങ്ങുന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി, ചിലപ്പോൾ ഈ സമൂഹം അതിൻ്റെ പുരുഷന്മാരായ അംഗങ്ങളെ വാർത്തെടുക്കുന്നതും നിലനിർത്തുന്നതും ഈ ഒരു അഹംബോധം കുത്തിവെച്ചിട്ടാണ്. അതില്ലെങ്കിൽ പിന്നെ അവരില്ല, അവർ സാധാരണക്കാരെ പോലെയാവും. ഈ ഉച്ചനീചത്വം, ഈ ശ്രേണീകരണം, ഇതൊക്കെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഒരു പുരുഷൻ്റെ മേൽ ഈ ഒരു വലിയ ഭാരമുണ്ട്. വ്യത്യസ്തനായിരിക്കാൻ, മികച്ചവനായിരിക്കാൻ, കൂടുതൽ കരുത്തനായിരിക്കാൻ, കൂടുതൽ ബുദ്ധിയുള്ളവനായിരിക്കാൻ, ശക്തിയുള്ളവനായിരിക്കാൻ, ഇതൊരു വലിയ ഭാരമാണ്. ഈ ഭാരം വേറൊരു രീതിയിൽ സ്ത്രീയുടെ മേലുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒരു സാമൂഹിക വ്യവസ്ഥയുടെ ഈ ഇരകളായി പുരുഷനും സ്ത്രീയും ഒരേ സമയം മാറുന്നു എന്നുള്ളത്. അത് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും ഈ സാമൂഹിക വ്യവസ്ഥയെ എൻഡോസ് ചെയ്യുകയാണ് പുരുഷന്മാർ എന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതകരമായ അല്ലെങ്കിൽ സങ്കടകരമായ ഒരു കാര്യം. നൂറ് പൊളിക്കുന്നതും ആ ഒരു അഹന്തയാണ്. പിന്നെ അയാൾക്കുള്ള ഒരു അഹന്ത എന്ന് ഇവളുടെ പ്രണയമാണ്. അപ്പം ഇങ്ങനൊരു വ്യക്തി ഇത്രയും മാറുന്നുണ്ട്. ഇത് കഥയിൽ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള നമ്മുടെ റിയൽ ലൈഫിൽ എന്താണെന്ന് അറിയാം. റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. റിയൽ ലൈഫിൽ ഈ അഹന്ത മാറണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഇത് മുതിർന്ന ആണുങ്ങൾക്ക് മാത്രമല്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച 14 വയസ്സുള്ള ഒരു കുട്ടിയെ അവളുടെ സുഹൃത്തായ ആള് ബലാത്സംഗം ചെയ്ത് ക്രൂരമായിട്ട് കൊല്ലപ്പെടുത്തി. 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ, ഒരു കൗമാരക്കാരൻ്റെ മനസ്സിൽ എങ്ങനെയാണ് അത്രയും അഹന്ത, അത്രയും സ്നേഹിച്ച ഒരാളിനോട് ഉള്ള ഒരു അക്രമാസക്തത എങ്ങനെയാണ്, അക്രമവാസന എങ്ങനെയാണ് സമൂഹം കുത്തിവെച്ചത് എന്നുള്ളതൊന്ന് അന്വേഷിച്ചറിയേണ്ട കാര്യമാണ്.
കാരണം ഇപ്പോൾ ഈ കുറേ മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നു. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ ഒക്കെ വരുന്നു. അതായത് ബലാത്സംഗം ചെയ്യാനൊക്കെയാണ് ആഹ്വാനം. ഈ പറയുന്ന സോക്കോൾ നമ്മൾ ഭയങ്കര പ്രബുദ്ധരെന്നൊക്കെ പറയുന്ന ഒരു സൊസൈറ്റിയിൽ നിന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആണുങ്ങൾ കണ്ടീഷൻ ചെയ്യപ്പെടുന്ന ഒരു കാര്യം, ഇത് ഒരു ചെറിയ കഥയിലും കൂടെ വന്നിട്ടുണ്ട്. പശ്യപ്രിയ കങ്കണ എന്ന് പറയുന്ന ഒരു കഥയിൽ ഇതുപോലെയാണ്. അതായത് പശ്യപ്രിയ എന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ അതിലെ ഭർത്താവിന് അയാൾക്ക് ആദ്യമേ ഈ പറഞ്ഞ ഉറച്ചുപോയ ചിന്തകളാണ്. അപ്പം കശ്യപ്രിയെ കൊങ്കണ എന്നാണ് ആ കഥയുടെ പേര്. അപ്പോൾ അന്ന് എല്ലാവരും വിചാരിച്ചു ഈ കഥയ്ക്ക് എന്താ ഇങ്ങനെ ഒരു പേരിട്ടതെന്ന്. എൻ്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. ഇതെന്താ ഇതിൻ്റെ അർത്ഥമെന്ന് ആളുകൾ അമ്പരക്കണം, അവരത് തേടി പിടിക്കണം. കാരണം ആ വരിക്ക് പിന്നിലൊരു കഥയുണ്ട്. ആ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, സുകുമാര കവി അഥവാ പ്രഭാകര കവി എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. അത് അദ്ദേഹം കാളിദാസിനേക്കാൾ മികച്ച കവിയായിരുന്നു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇദ്ദേഹം വളരെ സമർത്ഥനായ ശിഷ്യനായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസമാണ് ഇത്. ഒരു ഐതിഹ്യപ്രകാരം ഗുരുവിൻ്റെ കീഴിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു വളരെ ക്രൂരനായി ഇദ്ദേഹത്തോട് പെരുമാറുമായിരുന്നു. എന്ത് ചെയ്താലും ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ, പ്രസാദിപ്പിക്കാൻ സാധ്യമല്ലാത്ത വിധം പ്രഭാകരൻ എന്ത് ചെയ്താലും തെറ്റ് എന്ന മട്ടിൽ ക്രൂരമായി ശിക്ഷിക്കുകയും, അങ്ങനെ ഒരു ദിവസം വല്ലാതെ എടുത്തിട്ട് അടിച്ച് പ്രഭാകരന് വല്ലാത്ത ദേഷ്യം ഗുരുവിനോടുണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഈ ഗുരുവിനെ ഇനി വെച്ചോണ്ടിരിക്കരുത്, കൊല്ലുക തന്നെ എന്ന് തീരുമാനിച്ച് ഗുരുവിൻ്റെ കിടപ്പറയ്ക്ക് മുകളിലുള്ള മച്ചിൽ വലിയൊരു പാറക്കല്ലുമായി കയറിയിരുന്നു. ഗുരു ഉറങ്ങി കഴിയുമ്പോൾ ഈ പാറക്കല്ല് ഉരുട്ടിയിട്ട് ഗുരുവിനെ കൊല്ലുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ മച്ചിന്മേൽ കയറിയിരിക്കുമ്പോൾ ഗുരുവും ഗുരുപത്നിയും വന്നു ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഗുരുപത്നി ഗുരുവിനോട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് ഈ പ്രഭാകരനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അവൻ എത്ര മിടുക്കനാണ്, അവൻ എത്ര നല്ല കുട്ടിയാണ്, മറ്റു കുട്ടികളെ അപേക്ഷിച്ച് അവൻ എത്രയോ സമർത്ഥനാണ്, എന്തിനാണ് ഇത്ര ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, അത് അവൻ ഏറ്റവും സമർത്ഥനായതുകൊണ്ട് തന്നെയാണ്. അവന് അതിൻ്റെ അഹങ്കാരം വരാൻ പാടില്ല. അവൻ നാളെ എൻ്റെ കീർത്തി, എൻ്റെ പേര് ലോകത്ത് ശാശ്വതമാക്കാനുള്ള എൻ്റെ ശിഷ്യനാണ്, എൻ്റെ ഉത്തമ ശിഷ്യനാണ് അവൻ. ഇത് മച്ചിന്മേലിരുന്ന് കേട്ട പ്രഭാകരനാകെ പശ്ചാത്താപ വ്യസനായി. ഇത്രയും സ്നേഹമുള്ള ഗുരുവിനെയാണല്ലോ താൻ കൊല്ലാൻ ആഗ്രഹിച്ചത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം താഴെ ഇറങ്ങി ഗുരുവിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, പറ്റില്ല, എനിക്ക് ഇതിന് ശിക്ഷ വേണം. അപ്പോൾ ഗുരു പറഞ്ഞു, ഗുരുവിനെ കൊല്ലുന്നതിന് ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ, അത് ഉമിത്തിയിൽ നീറി ദഹിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നീ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അപ്പോൾ പ്രഭാകര കവി പറഞ്ഞു, ഇല്ല, ഞാനത് ചെയ്യും, കാരണം ഞാൻ ആ തെറ്റ് ചെയ്തവനാണ്, എനിക്ക് ആ ശിക്ഷ ഏറ്റെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഉമിത്തി കൂട്ടി അത് നീറി ആക്കുമ്പോൾ അദ്ദേഹം ഒരു കാവ്യം പറഞ്ഞു കൊടുത്തു, ഡിക്റ്റേറ്റ് ചെയ്തു. അത് മറ്റ് സതീർത്ഥ്യർ എഴുതിയെടുത്തു. ആ കവി അതിൻ്റെ ആ ഒരു കഥയുടെ ഒരു എന്താണ് പറയേണ്ടത്, അതാണ് ഞാനിവിടെ ആ കഥയിൽ ഉപയോഗിച്ചത്. അപ്പം അവസാനം പറഞ്ഞ ഉമിത്തി തൊണ്ടയിലേക്ക് കയറുമ്പോൾ അദ്ദേഹം ഉരുവിട്ട വരിയാണ് പശ്യപ്രിയെ കൊങ്കണ എന്നുള്ളത്. അവിടെ നിന്നുപോയി, അവിടെ ശബ്ദം നിലച്ചുപോയി. പിൽക്കാലത്ത് കാളിദാസൻ ആ വരി പൂർത്തിയാക്കാൻ ശ്രമിച്ചുവെന്നും ആ സമയത്ത് പണ്ടെനിക്കത് കാണാതറിയായിരുന്നു, ഇപ്പം മറന്നുപോയി. അപ്പോൾ അന്ന് അശരീരി കേട്ടുവെന്നും പട്ടുനാരിനോട് വാഴനൂൽ ഏച്ചു കെട്ടാൻ ശ്രമിക്കണ്ട കാളിദാസ എന്നൊരു അശരീരി കേട്ടുവെന്നുമാണ് കഥ. അപ്പോൾ ഇത് ഞാൻ ഒരു ജീവിതത്തിലേക്ക് എടുക്കുകയാണ്. ഇതൊരു പ്രഭാകരൻ്റെ ഭാര്യ സതി ഒരു ദിവസം പ്രഭാകരനെ സാധാരണ സമൂഹം അനുശാസിക്കുന്ന എല്ലാ കടമകളും ചെയ്തിട്ടും സതി അയാളെ വിട്ടുപോകുന്നു. അതും പോകുന്നത് ദിവാകരൻ എന്ന് പറയുന്ന ഒരു സാധുവായ സപ്താഹം വായനക്കാരൻ്റെ കൂടെ, ഭാഗവതം വായനക്കാരൻ്റെ കൂടെ. അപ്പോൾ ഇവർ പോയതിൻ്റെ 1-ാം വാർഷികത്തിന് ഇവരെ കൊല്ലാനായി പ്രഭാകരൻ ഇവരുടെ മച്ചിന്മേൽ കയറിയിരിക്കുകയാണ് കത്തിയുമായി. അതാണ് കഥയുടെ പശ്ചാത്തലം. ഈ ഒരു അതായത് ഒരു സ്ത്രീകൾക്ക് സംസാരിക്കാൻ, നമുക്കൊരു മനുഷ്യനോട് മിണ്ടുകയാണ് വേണ്ടത്, അത് ആണുങ്ങൾ മനസ്സിലാക്കാതെ അത് ഒരുപാട് കഥകളിൽ വരുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ച ഒരു ചോദ്യം കൂടി ഉള്ളതുകൊണ്ട് അതിലേക്ക് പോകും. അതായത് എഴുതാൻ ശ്രമിക്കുന്ന ആളെന്ന നിലയിലും ഞാൻ അതിലൊരു 3 കഥ, അതായത് ശില്പഭദ്രതയും എല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് എന്ന് പറയാവുന്ന 3 കഥകൾ, ഒന്ന് സോളോ ഗോയ, ഒന്ന് ഗില്ലറ്റിൻ, പിന്നെ ജോർജ് ഫെർണാണ്ടസ് തീവണ്ടി ഓടിക്കുമ്പോൾ, ഇത് 3ഉം ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളാണ്.
ഇതിൽ നിന്നാണ് ഈ കഥ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഗില്ലറ്റിനൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും ശില്പഭദ്രമായ കഥയാണ്. അതിൽ പ്രണയം, വിപ്ലവം, ഈ പറയുന്ന ഒരു ഫിലോസഫി 3 അത് 2 കാലങ്ങളിൽ 2 ദേശങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ വലിയ മാറ്റമൊന്നുമില്ല. ഈ വിപ്ലവം പറയുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഗുരു മജീദയും തമ്മിലാണെങ്കിലും പണ്ടത്തെ റോബോസ്ഫിയറിൻ്റെതാണെങ്കിലും ഈ വിപ്ലവം കഴിഞ്ഞ് അതിനെ ഒറ്റുകൊടുത്തു അല്ലെങ്കിൽ അതിലേക്ക് മാറിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്ന ഈ കാര്യം പറയുന്നുണ്ട്. സൊളോഗോയ ആണെങ്കിലും ഇതെങ്ങനെയാണ് ഈ കഥകൾ ഇത് കണ്ടെത്തുന്നതെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഗില്ലറ്റിൻ തീർച്ചയായിട്ടും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സാഹചര്യത്തിൽ എഴുതിയതാണ്. പക്ഷെ അതിന് സ്പാർക്കായിരുന്നത് അന്നത്തെ വിജയൻ മാഷിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്, രാജിയും ഒരുതരം രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നുള്ളത്. അപ്പം നമ്മളൊക്കെ അന്ന് ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷ വ്യതിയാനത്തെപ്പറ്റി വളരെ വ്യാകുലപ്പെടുകയും ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷ വ്യതിയാനമാണ് വലതുപക്ഷത്തേക്കാൾ ഭീകരം എന്ന മട്ടിൽ നമ്മളൊക്കെ CPM നന്നാക്കാൻ ശ്രമിക്കുകയും CPM മാത്രമല്ല ഇടതുപക്ഷത്തെ ആകമാനം നന്നാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കാലമാണ്. അന്ന് വലതുപക്ഷത്തിൻ്റെ വ്യതിയാനത്തെക്കാൾ ഭീകരമാണ് വലതുപക്ഷം എന്നൊരു ധാരണ നമുക്കുണ്ടായില്ല. വലതുപക്ഷത്തിൻ്റെ വ്യതിയാനത്തെക്കാൾ ഭീകരമായതാണ് യഥാർത്ഥ വലതുപക്ഷം, ഈ കത്തിയുടെ മുന പോലെ താമരമുട്ടിന് പകരം നീണ്ടു വരുന്നതെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അപ്പോൾ അതൊരു അതായിരുന്നു അതിൻ്റെ ഒരു കൃത്യമായ ഒരു സ്പാർക്ക്. പിന്നെ സോളോഗോയ ഞാൻ പാരീസിൽ ലൂവർ മ്യൂസിയം കാണാൻ പോയപ്പോൾ കിട്ടിയ ഒരു കഥയാണ്. അതൊരു അനുഭവമാണ്. കാരണം എല്ലാവരും മോണോലിസ കാണാനായിട്ട് നടക്കുമ്പോൾ ഞാൻ ഈ ഗോയയുടെ കഥകളും ഗോയയെക്കുറിച്ച് അന്ന് ഞാൻ അവിടെ ഒരു ഗൈഡിനെ കണ്ടു. വളരെ രസകരമായി കഥ പറഞ്ഞിരുന്നൊരു ഗൈഡായിരുന്നു. അപ്പോൾ എനിക്ക് ഗോയയെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഫ്രാൻസിസ്കോ ഡി ഗോയ, ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ, സ്പാനിഷ് ചിത്രകാരൻ. അദ്ദേഹത്തെപ്പറ്റി ഈ ഗൈഡ് അങ്ങോട്ട് വിശദീകരിച്ച് കഥ പറഞ്ഞ് തന്ന് ഓരോ ചിത്രത്തിൻ്റെയും കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഗോയ ഇങ്ങനെ വളരുകയും ഞാൻ ഗോയയുമായി പ്രണയത്തിലാവുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമായി മാറുകയൊക്കെ ചെയ്തു ഒരനുഭവത്തിൽ നിന്ന് സത്യത്തിൽ ലണ്ടനിൽ നിന്ന് ഞാൻ ലണ്ടനിൽ അന്ന് ബ്രിട്ടീഷ് ഈവനിങ് സ്കോളർഷിപ്പ് കിട്ടി പോയ സമയമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് പോയതാണ് പാരീസ് കാണാൻ. അങ്ങനെയാണ് ആ കഥ ഉണ്ടായത്. അത് ജീവിതത്തിൽ ഈ കഥകളിലെല്ലാം ഒരു കഥയ്ക്കുള്ളിൽ വേറൊരു കഥ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് പുറമേ ഉള്ളൊരു കഥയ്ക്കുള്ളിൽ എൻ്റേതായ ചില കഥകൾ ഒളിപ്പിച്ചു വെച്ച കഥകളാണിവ. അയ്യോ, ശരിക്കും എന്തൊരു കഥയാണെന്നറിയാം. അത് വായിക്കുമ്പോൾ നമ്മൾ പല ആവർത്തി വായിച്ചിട്ട് ഈ പറയുന്ന അന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതെങ്ങനെയായിരിക്കും വായനക്കാർ വായിക്കുക, ഇത് വായിച്ചിട്ട് വായനക്കാർ എന്തു പറയുന്നു എന്നൊക്കെ കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ പല ആഗ്രഹങ്ങളും ഇതുപോലെ 10-20 വർഷം കഴിഞ്ഞാണല്ലോ സാധിക്കുന്നത് എന്നുള്ള ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഇപ്പം ഈ ഹിസ്റ്റോറിക്കലായിട്ട് പറയുമ്പം അത് ശരി ജോർജ് ഫെർണാണ്ടസ് എന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അത് അക്കാലത്തൊരു ഫീച്ചർ പ്രത്യക്ഷപ്പെട്ടു ഒരു ദേശീയ മാഗസിനിൽ. അതായത് ജോർജ് ഫെർണാണ്ടസ് ഈ സ്മൃതിനാശം സംഭവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കൈകളും തലച്ചോറും തമ്മിലുള്ള ആ മോട്ടോർ നെർവ്സിൻ്റെ പ്രവർത്തനം ശരിയാക്കാൻ വേണ്ടി ഒരു ടോയ് ട്രെയിൻ ഓടിപ്പിക്കുന്നതായിട്ടൊരു സംഗതി. അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു അന്ന്. അതൊരു വലിയ അനുഭവമായിരുന്നു. അതാണ് ആ കഥയിൽ എനിക്കിത് ഇഷ്ടമാണ്. ഇങ്ങനെ ഒരാളിൻ്റെ കഥയെടുത്ത് ആ കഥയിലൂടെ എൻ്റേതായ ഒരു കഥ പറയാൻ അതിലൊരു സന്തോഷമുണ്ട്. എന്താ സന്തോഷം എന്ന് വെച്ചാൽ അത് വളരെ വളരെ ഗൂഢമായൊരു സന്തോഷമാണ്. അല്ല, അത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ഒരു യങ് ജനറേഷനിൽ എത്ര പേർക്ക് ജോർജ് ഫെർണാണ്ടസ് ഫെമിലിയർ ആണെന്നോ അല്ല. പണ്ട് ആ ചങ്ങലയൊക്കെ ഇട്ട് അതെ, ഇവിടെ അത് ആ തലമുറയ്ക്ക് അത് വ്യക്തമായി. അത് വായിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ച് KLF വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. അന്ന് പെട്ടെന്ന് എനിക്ക് പേര് കിട്ടുന്നില്ല. അപ്പം അന്ന് അതിനെപ്പറ്റി കഥയെപ്പറ്റി പറയുകയുണ്ടായി. പക്ഷേ ഇതൊക്കെ ഷാഹിന അന്നത്തെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ധാരാളം എഴുത്തുകാരെഴുതുന്നു. നമുക്ക് മുമ്പേയുള്ള എഴുത്തുകാരെല്ലാം അന്ന് സജീവമായ രംഗത്തുണ്ട്. M. മുകുന്ദനാവട്ടെ, SV വേണുഗോപൻ നായരാവട്ടെ, CV ശ്രീരാമനാകട്ടെ, ഡോക്ടർ പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള ആവട്ടെ, T. പത്മനാഭനാകട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് പിന്നാലെ വന്ന ഒരു തലമുറയുണ്ട്. അവർക്കിടയിൽ ഒരു സ്ത്രീയായിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു കഥാകൃത്ത് കൂടി ഈ നാട്ടിന് എന്തിനാണെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിൽ
എനിക്കും ചിലത് പറയാനുണ്ട്, എനിക്ക് നിങ്ങളാരും കേട്ടിട്ടില്ലാത്തൊരു കഥ പറയാനുണ്ടെന്ന് തെളിയിക്കാനുള്ളൊരു വ്യഗ്രത അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരും പറയാത്ത കഥകൾ തേടിപ്പിടിക്കുക എന്നുള്ളത് അന്നും ഇന്നും ഒരു 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 ഭാരമായിട്ട് നമുക്ക് മാറുന്നത്. ആർക്കൊക്കെയോ മുമ്പിൽ നമ്മുടെ ഒരു വർത്ത് തെളിയിക്കുക എന്ന് പറയുന്നത്, അതും സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്കാലത്തെ കിട്ടിയ ഒരു ട്രെയിനിങ് ആണ്. അതിൽ നിന്ന് ആ കെട്ടുപാടിൽ നിന്ന് പുറത്തു ചാടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അല്ല, ഇപ്പം നമുക്കൊരു കളക്റ്റീവ് സ്മൃതിനാശം ഉള്ള ഒരു കാലം, നമുക്കൊക്കെ ഷോർട്ട് ടേം മെമ്മറി ഉള്ളു. അപ്പം ചോദിക്കുന്നില്ലേ? ചോദിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ, അതായത് ചരിത്രകാരനോ കരയോ മാത്രമല്ല, എഴുത്തുകാർ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രം കൂടെ ഉണ്ടല്ലോ. ആ രീതിയിലും ആ കഥ വളരെ പ്രസക്തമാണ്. അപ്പം ഓഡിയൻസിൻ്റെ സമയത്ത് നിന്ന് 2 മിനിറ്റ് ഞാൻ അധികം എടുത്തിട്ടുണ്ട്. ഓഡിയൻസ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഹായ്, ഞാൻ ദക്ഷിണ. ഞാൻ 8th പഠിക്കുകയാണ്. ഇപ്പോൾ മീരാമ്മയുടെ ഏകദേശം കൃതികൾ ഞാൻ വായിച്ചിട്ടുള്ള ഒരു ധൈര്യത്തിലാണ് ഈ 2 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഘാതകരിൽ എനിക്ക് തോന്നിയിട്ടുള്ളതിൽ ഏറ്റവും ശക്തിയുള്ള കഥാപാത്രം അതിലെ അമ്മയാണ്. അമ്മയുടെ പോരാട്ടങ്ങളും നിലപാടുകളും പ്രതിഷേധങ്ങളും എല്ലാം ആ കഥയെ ഒരുപാട് രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ആരായിരുന്നു ഇൻസ്പിറേഷൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ആരാച്ചാറിലെ ചേതന എങ്ങനെ, ഐ മീൻ ബംഗാൾ എന്തിനു തിരഞ്ഞെടുത്തു? എങ്ങനെയാണ് ബംഗാളിലേക്ക് എത്തിച്ചേർന്നത്? മോളെ, ഞാൻ 25 വർഷത്തിന് മുമ്പ് കഥ എഴുതുമായിരുന്നു എന്ന് മോളുടെ പ്രായത്തിലുള്ള ആളുകളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഈ കഥയെപ്പറ്റി ഇവിടെ സംസാരിക്കാൻ ഷാഹിനെ വിളിച്ചുകൊണ്ട് വന്നത്. പ്രത്യേകിച്ചും 25 വർഷത്തിന് ശേഷം DC ബുക്സ് ഈ ചെറുകഥാ സമാഹാരങ്ങളൊക്കെ ഒന്നുകൂടി പുറത്തിറക്കുകയുമാണ്. ആ സമയത്ത് പിന്നെയും നോവലിലേക്ക് എന്നെ വലിച്ചിഴക്കിയെന്നത് നമ്മൾ കഥകളിൽ നിന്ന് അങ്ങ് മാറിപ്പോവും. എന്നാലും ദക്ഷിണയോടുള്ള സ്നേഹം കൊണ്ട് പറയാം, ഒന്നാമത്തേത് ഘാതകനിലെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മയുടെ ഒരു അമ്മയുടെ സ്വഭാവവും അമ്മയുടെ തർക്കുത്തരങ്ങളുമാണ് ഞാനതിൽ കോപ്പി അടിച്ചിട്ടുള്ളത്. 2, ചേതനയെ തേടി ഞാൻ കൽക്കട്ടയിലെത്തിയ കഥ പലതവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് എനിക്ക് എല്ലാ കാലത്തും ചരിത്രത്തിൽ തമസ്കൃതരായി പോകുന്ന സ്ത്രീകളെ പറ്റി എഴുതണം, ഒരു നോവൽ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആ കഥ പറയാനൊരു സ്ത്രീയെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, ആ സ്ത്രീക്കൊരു തൊഴിൽ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൽക്കട്ടയിലെ തൂക്കിക്കൊല ശ്രദ്ധയിൽപ്പെടുകയും ആരാച്ചാരായിക്കഴിഞ്ഞ് ആരാച്ചാരുടെ ജോലിയാണെങ്കിൽ ഇത് വളരെ ശ്രദ്ധേയമാകും എന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ അതിനെപ്പറ്റി ചുഴിഞ്ഞു പോവുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ സ്ത്രീകളുടെ കഥ പറയുന്നതിന് പകരം ഇന്ത്യയിലെ സ്ത്രീകളുടെ ഒരു പോരാട്ടങ്ങളുടെ കഥയായി, ഇന്ത്യയുടെ മൊത്തം കഥയായിട്ട് എനിക്കത് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കഥ. ഹലോ, ഹായ് മാം, എൻ്റെ പേര് ഗോപിക. ഞാൻ മാമിൻ്റെ പോയ്സൺ ഓഫ് ലവ് എന്ന് പറയുന്ന, അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തുളസി എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നി. അപ്പം അതിൻ്റെ ആ ഒരു ഇമോഷണാലിറ്റി, അതിനൊരു അനലോഗ്. ഏത് ക്യാരക്ടറാണ്? തുളസി യാ. അപ്പം അതിൻ്റെ മെയിൻ ആണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലായിട്ടുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാട്ടോ ഞാൻ വായിക്കുന്നത്. എൻ്റെ ഒരു 10th ക്ലാസ് സമയത്താണ് വായിക്കുന്നത്. അപ്പം എൻ്റെ മലയാളം ടീച്ചറാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പുറത്ത് പഠിച്ചു വളർന്നത് കൊണ്ടുള്ള പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പഠിച്ച് വായിക്കുന്നത്. അപ്പം അതിൽ ഒരു ചെറിയൊരു സോഷ്യൽ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, ജെൻഡർ എക്സ്പെരിമെൻ്റ് എന്നൊക്കെ രീതിയിൽ ഞാൻ എൻ്റെ 3 ആൺസുഹൃത്തുക്കൾക്ക് ഈ പുസ്തകം കൊടുത്ത് അവരെ കൊണ്ട് ഇത് വായിപ്പിച്ചിരുന്നു. വളരെ കഷ്ടപ്പെട്ടാട്ടോ ഇവരെ കൊണ്ട് വായിപ്പിച്ചത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ, അത് എൻ്റെ പ്രായമല്ല, എന്നെക്കാളും കുറച്ചും കൂടെ ലോകം കണ്ട അറിവുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. അപ്പം നാടകത്തിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അഭിപ്രായം ചോദിക്കുമ്പോൾ ഇവർക്ക് ആർക്കും തന്നെ ഞാനത് ഉൾക്കൊണ്ട രീതിയിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു വിഷമം, ആ സങ്കടം, ആ നഷ്ടപ്രണയത്തിൻ്റെ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു ഇമോഷണാലിറ്റീൻ്റെ അസിമിലേഷൻ, ഈ ജെൻഡർ എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റ് ആണോ, ഒരു ബാരിയർ ആണോ? അതാണ് മാമിനോട് ചോദിക്കാനുള്ളത്. ആണെന്നും അല്ലെന്നും പറയാം. ഉദാഹരണത്തിന്, ആ മരത്തെയും മറന്ന് ഞാൻ എന്ന ചെറിയ നോവൽ പുറത്തു വന്നപ്പോൾ അത് വളരെ വ്യാപകമായിട്ട് സ്വീകരിക്കപ്പെട്ടു. പക്ഷെ മീരാ സാധു ഈ ജെൻഡർ അനുസരിച്ചിട്ട് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും എന്ന് പറഞ്ഞിട്ട് 2 ജെൻഡറായിട്ട് തിരിഞ്ഞു.
അവർക്കൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ഈ സ്ത്രീ പക വീട്ടുക എന്ന് പറയുന്നതും സ്ത്രീയുടെ ഉള്ളിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നതും അത് അവൾ കുടുംബത്തിനകത്ത് പ്രദർശിപ്പിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ വയ്യായിരുന്നു. ഒരു തരം എസ്കേപ്പിസമാണ്. അതായത് ഈ കുടുംബങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഈ ജനസംഖ്യയിൽ പകുതി വരുന്ന സ്ത്രീകളുടെ അധ്വാനത്തിന്മേലായതുകൊണ്ടും അവരുടെ ദയവിന്മേലായതുകൊണ്ടും അൻപിന്മേലായതുകൊണ്ടും സർവം സഹിക്കാനുള്ള ട്രെയിനിങ്ങിൻ്റെ പേരിലായതുകൊണ്ടും ഒക്കെ ആണെന്നുള്ളത് കൊണ്ട് അവരെപ്പോഴെങ്കിലും തിരിഞ്ഞടിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനോ അത് അംഗീകരിക്കാനോ ഒരിക്കലും പറ്റില്ല. പക്ഷെ അത് പുതിയ കാലത്ത് വളരെ സ്വതന്ത്ര മനസ്സുള്ള വ്യക്തിത്വമുള്ള സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ അത്തരമൊരു കുടുംബ വ്യവസ്ഥ, അതായത് ഒരാളുടെ മാത്രം സഹനത്തിലും ത്യാഗത്തിലും നിലകൊള്ളുന്ന കുടുംബ വ്യവസ്ഥ അങ്ങനെ നിലനിൽക്കുക എളുപ്പമല്ല എന്ന് തിരിച്ചറിയും. അപ്പോൾ അവർക്കിത് കൂടുതൽ മനസ്സിലാകും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ മലയാളികൾക്ക് പൊതുവെ ഫെമിനിസ്റ്റുകളെ ഇഷ്ടമല്ല, അതറിയില്ലേ? സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റി സംസാരിക്കുന്നവർ അതാണായാലും പെണ്ണായാലും സാധാരണ മലയാളിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ പരിസ്ഥിതിവാദികളെ അങ്ങനെയാണ്. പരിസ്ഥിതിവാദികളെയും ഫെമിനിസ്റ്റുകളെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ. പരിസ്ഥിതിവാദമൊക്കെ തീർച്ചയായിട്ടും അതത് കാലത്തെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടിനും കൂടുതൽ ശാസ്ത്രം പുരോഗമിക്കുന്നതിനും അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതിയെപ്പറ്റി നമ്മൾ കൂടുതൽ വാചകം അടിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. ഒരു സമൂഹത്തിൻ്റെ ഒരു നിലപാടാണ്. ഹായ് മാം, എൻ്റെ പേര് മിശ്രിയ. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ മാമിൻ്റെ ബുക്ക് വായിക്കുന്നത് എൻ്റെ വീട്ടിൽ എപ്പോഴും സ്ട്രിക്റ്റ്ലി നോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റേത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോവും. അല്ല, ആസ് യൂഷ്വൽ അത് തന്നെയാണ്. അപ്പോൾ ഞാനോ വഴിതെറ്റിപ്പോയി. എൻ്റെ ആഗ്രഹം ആ വഴിയിൽ ഒരുപാട് പേര് തെറ്റി നടക്കുക എന്നുള്ളതാണ്. എൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞ് ആണും പെണ്ണും ട്രാൻസ്ജെൻഡർ വ്യക്തികളൊക്കെ വഴിതെറ്റിയിട്ടുണ്ട്. ആ വഴിതെറ്റിയ മനുഷ്യർക്ക് കുറച്ചുകൂടെ സമാധാനമായിട്ട് ജീവിക്കാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആസ് യൂഷ്വൽ അതിനുശേഷം ഉണ്ടാകുന്ന വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാം കൊച്ചിയിൽ വരുന്ന ഒരു ടൈമിൽ ഞാൻ മാമിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം വീട്ടിൽ പറഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത്, ഓൾമോസ്റ്റ് എൻ്റെ ഒരു കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരുന്നു മെയിൻലി. അപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഇല്ലാത്തിരുന്നൊരു ടൈമായിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞു, അവർ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ അന്ന് വൈകിട്ട് വരുന്നൊരു ടൈമായപ്പോൾ ഫിയാൻസി, അതായത് കെട്ടാൻ നിൽക്കുന്ന ആൾ പറഞ്ഞു വീട്ടിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ആകെ ഇഷ്യൂ ഉണ്ടായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യിച്ച് എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല. അപ്പം മാം ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഒരാൾക്കൊരു പുസ്തകം വായിക്കുന്നെങ്കിൽ ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ മാം എങ്ങനെയാണ് ആ റെസ്ട്രിക്ഷൻസ് കടന്നിട്ട് ഇത്രയും നല്ല രീതിക്ക് എഴുതാൻ പറ്റിയതെന്നാണ്. നമ്മൾ ഒരുപാട് അരുതുകൾ കേട്ട് കഴിയുമ്പോൾ, ഒരുപാട് അനുസരിച്ച് കഴിയുമ്പോൾ, ഒരുപാട് ത്യാഗം ചെയ്ത് കഴിയുമ്പോൾ ഒരു നിമിഷം നമുക്ക് മനസ്സിലാവും നമ്മൾ ആ പടിവാതിലെത്തി. ഇനിയെങ്കിലും ജീവിച്ചില്ലെങ്കിൽ, സ്വന്തമായിട്ടുള്ളൊരു സമയം കണ്ടെത്തിയില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ജീവിതം, ഒരു ആഹ്ലാദം എപ്പോഴും സൂക്ഷിക്കാൻ, അത് ആരായാലും സൂക്ഷിച്ചേ തീരും. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ട്രാൻസ്ജെൻഡർ വ്യക്തികളായാലും അവരവരുടേതായിട്ടുള്ള ഒരു ആഹ്ലാദം, ഒരു സന്തോഷം, ഒരു ആത്മസംതൃപ്തി, അതിലൊരു എലിമെൻറ്റ് സൂക്ഷിച്ചേ തീരും. അത് സൂക്ഷിച്ചില്ലെങ്കിൽ, അത് കൈവിട്ട് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവിലാണ് സത്യത്തിൽ ആ റെസിസ്റ്റൻസിനെ. എനിക്ക് പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു. അതായത് റെസിസ്റ്റൻസും പല രീതിയിലായിരുന്നു അന്ന് നമ്മളതിനെ മറികടന്നിരുന്നത്. കുറച്ചൊക്കെ അനുസരിക്കുന്നതായിട്ട് ഭാവിച്ച്, ചതിച്ച്, ഭയപ്പെടുത്തി, വഴക്കിട്ട്, വിലപേശി, യുദ്ധം ചെയ്ത് ഒക്കെയാണ് നമ്മളത് സാധിച്ചെടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളത് സ്വന്തം അവകാശമാണെന്ന് ഉറപ്പിച്ച് തന്നെ, അത് മറ്റാരോടും അനുവാദം ചോദിക്കേണ്ട എന്ന് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നില. അത് മറിച്ച് അത് ഇല്ലാതാക്കാനുള്ള ശക്തി ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിൽ വീണ് പോകരുത്, വഴിതെറ്റി നടക്കണം. മാം ഞാൻ ഓൾറെഡി വഴിതെറ്റി. അതിനുശേഷം കേർമീര വഴിതെറ്റിക്കോളാൻ സ്ത്രീകളെ പ്രേരിപ്പിച്ചു എന്ന പേരിൽ എൻ്റെ പേരിൽ ഒരു കേസ് വരാൻ സാധ്യതയുണ്ട്. നാളത്തെ നാട്ടിലെ പുരുഷന്മാരല്ല, ഞാൻ അതിന് കാത്തിരിക്കുന്നു.
എന്നാലും നിങ്ങൾ വഴിതെറ്റണം. തീർച്ചയായിട്ടും മാം. ഓൾറെഡി എൻഗേജ്മെന്റ് ഞാൻ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ധന്യയായി. ഇപ്പോൾ വർക്ക് ചെയ്ത് അല്ല സ്വന്തം ഇഷ്ടപ്രകാരം എന്താണ് ആഗ്രഹിച്ചത് അതനുസരിച്ച് ജീവിക്കുന്നു. നമ്മുടെ ജീവിതം മറ്റാരും നമുക്ക് വേണ്ടി ജീവിച്ചു തരില്ല. നമ്മുടെ സന്തോഷങ്ങൾ ആരും നമുക്ക് വേണ്ടി സന്തോഷിക്കുകയുമില്ല. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഡിസ്കഷൻ. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം വെൻ വി സ്പീക്ക് ഓഫ് ഫെമിനിസം ഐ തിങ്ക് വി സ്പീക്കിംഗ് അബൌട്ട് ഫെമിനിൻ ട്രേറ്റ്സ് which exists in men and women. Like emotionality in men is feminine, right? But it often, and we are talking of humanity, it's human to be emotional. And sometimes in this whole act of feminism, we're getting lost in humanity, right? മലയാളത്തിൽ പറയാമോ? എൻ്റെ മലയാളം is not very good. ഓക്കെ, യു ആർ ആസ്കിങ് മീ വൈ ഐ ആം നോട്ട് സ്പീക്കിംഗ് അബൌട്ട്. ഞാൻ പറയുന്നത് ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഹ്യൂമാനിസം എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഈവൻ വിമന് ഹ്യൂമൻ റൈറ്റ്സ് കിട്ടണം, അതല്ലേ നമ്മുടെ മെയിൻ. Why you mean human when you can substitute that word with woman? Why woman doesn't include man? I think feminine traits എന്ന് നമ്മൾ സൊസൈറ്റി അല്ല, അതാണ് ഫെമിനിൻ ട്രേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഫെമിനിൻ ട്രേറ്റ് എന്ന് വെച്ചാൽ എന്താ? ആരാ നമ്മളെ പഠിപ്പിച്ചതെന്ന്? ഇമോഷണാലിറ്റി ഇസ് മോർ. അത് ആരാ നമ്മളെ പഠിപ്പിച്ചു തന്നത്? സൊസൈറ്റി അല്ലേ? അതെ, അത് പഠിപ്പിച്ചു തന്നതാണ്. അക്വേർഡ് ആയ ഒരു സംഗതി മറ്റൊരാൾ പഠിപ്പിച്ചു തന്ന ഒരാൾ. നമ്മൾ വളയത്തിലൂടെ ചാടാൻ സർക്കസിലെ കടുവയെ പഠിപ്പിക്കുന്നത് പോലെ സർക്കസിലെ കടുവ എന്നും തീ കത്തുന്ന വളയം കണ്ടാൽ അതിനുള്ളിലൂടെ ചാടുകയും കുറേ കാലം കഴിഞ്ഞ് മറ്റേ സർക്കസിൻ്റെ മുതലാളി ഇരുന്നിട്ട് പറയാണ്, ഈ കടുവകൾ എന്തിനാണ് ഇതിനകത്തൂടെ ചാടുന്നതിനെ കുറ്റം പറയുന്നത്? അവരെ ആഹ്ലാദിക്കുന്നുണ്ടല്ലോ അതിലൂടെ ചാടുമ്പോൾ, ആളുകൾ കൈയടിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നത് പോലത്തെ ഒരു കാര്യമാണ്. ഈ വളയത്തിലൂടെ ചാടാൻ ഒരു കടുവയ്ക്കും വലിയ താല്പര്യമില്ല. നിങ്ങൾ പഠിപ്പിച്ചെടുത്തുകൊണ്ട് മാത്രം ചാടുന്നതാണ്. അതുകൊണ്ട് ഫെമിനിൻ ട്രേറ്റ്സ് എന്ന് പറയുന്ന ഒരു ട്രേറ്റ്സ് ഇല്ല. ഈ ലോകത്ത് മനുഷ്യരുടെ ട്രേറ്റ്സ് മാത്രമേ ഉള്ളൂ. നിർഭാഗ്യവശാൽ നമുക്കതിൻ്റെ ഒരു വാക്ക് പോലുമില്ല, ഒരു സ്ത്രീയെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നൊരു വാക്ക്. ഹ്യൂമാൻ എന്നേ പറയൂ, അല്ലേ? ഹ്യൂമൺ എന്ന് പറയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, വാക്ക് പോലും ഇല്ലാത്ത, സ്വന്തമായിട്ട് ഡിനോട്ട് ചെയ്യാനൊരു വാക്ക് പോലും ഇല്ലാത്ത, ഒന്ന് സംഘടിക്കാൻ പോലും ഒരു സാധ്യതയില്ലാത്ത, ഒരു സൊസൈറ്റിയുടെ സ്വന്തമായൊരു സൊസൈറ്റി പോലും ഇല്ലാത്ത, അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ സഹോദരൻ്റെയോ സാമൂഹിക ബന്ധങ്ങൾ സ്വന്തമായി കരുതി ഞാനും സമൂഹജീവിയാണ് എന്ന് അഭിമാനിക്കുന്ന ഒരാളായി തീരാൻ കഴിയാത്ത ഒരു ലോകത്തിലിരുന്നുകൊണ്ട് നമ്മൾ എന്ത് ഫെമിനിൻ ട്രേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്? എല്ലാ മനുഷ്യരിലും എല്ലാ ട്രേറ്റ്സും ഉണ്ട്. എല്ലാ ട്രേറ്റ്സും ഏതൊക്കെ ട്രേറ്റാണ് ഇതിനകത്ത് മെച്ചപ്പെട്ടത്, ഏതൊക്കെ ട്രേറ്റാണ് എനിക്ക് വേണ്ടതെന്ന് മറ്റൊരാൾ എനിക്ക് പറഞ്ഞു തരുമ്പോഴാണ് പ്രശ്നം. ഞാൻ എന്താണോ അതായി ജീവിക്കാനാണ് എനിക്ക് സ്വാതന്ത്ര്യം വേണ്ടത്. നിങ്ങൾ എന്താണോ അതായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് പുരുഷൻ ഇങ്ങനെയാവണം, സ്ത്രീ ഇങ്ങനെയാവണം, ട്രാൻസ്ജെൻഡർ വ്യക്തി ഇങ്ങനെയാവണം എന്ന് പറയുന്നിടത്ത് അവിടെ ആ സ്വാതന്ത്ര്യം അവസാനിച്ചു. പിന്നെ ഞാൻ പറയുന്ന ഫെമിനിസം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് വിമൻ എലോൺ. അത് എല്ലാ തരം ഈ അരികു ജീവിതങ്ങളെയും ഉൾപ്പെടുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയത്തെ സ്വാംശീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഫെമിനിസത്തിൽ അധിഷ്ഠിതമാണ് എന്ന്. പിന്നെ ഒരു തരത്തിലുള്ള ഫെമിനിസം മാത്രമല്ല, എത്ര സ്ത്രീകളുണ്ടോ അത്രയും ഫെമിനിസം ഉണ്ട്. അതാണ് ഫെമിനിസത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, ഒരു ഫെമിനിസം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ചില ആളുകൾ പറയും ഫെമിനിസ്റ്റുകളോടുള്ള എൻ്റെ ദേഷ്യം അവരൊന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യാൻ. വേറെ ആരോടും ഒരു ദേഷ്യമില്ല. ഈ ഇസങ്ങൾ പറഞ്ഞിട്ട് വേറൊന്ന് പ്രവർത്തിക്കുന്ന ആരോടും ആർക്കും ദേഷ്യമില്ല. ഫെമിനിസം പറഞ്ഞിട്ട് വേറൊന്ന് പ്രവർത്തിക്കുക. എന്താണ് ഈ വേറൊന്ന്? അങ്ങനെ ഒരു വേറൊന്നില്ല. ഒരു സ്ത്രീക്ക് അവളുടെ അന്തസ്സനുസരിച്ച്, അവൾക്ക് ശരിയെന്ന് തോന്നുന്നതനുസരിച്ച്, അവളുടെ എല്ലാ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മാത്രം പറയുന്നുള്ളൂ. അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അവൾക്ക് എല്ലാ ഡിഗ്നിറ്റിയോടും ജീവിക്കാനുള്ള അവകാശമുണ്ട്. താങ്ക് യു. നമ്മുടെ സെഷൻ്റെ സമയം തീർന്നിരിക്കുകയാണ്.
കെ ആർ മീര എന്ന എഴുത്തുകാരിയോട് ഏറ്റവും മതിപ്പ് തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. അതായത് സാധാരണ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ ന്യായീകരിക്കാൻ നിൽക്കും. ഇതാണ് എൻ്റെ ഉത്തരം, ഇതാണ്. മീര എപ്പോഴും തിരിച്ച് 2 ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഉത്തരം പറയുന്നതിനേക്കാളും എളുപ്പത്തിൽ അവിടെ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് വെളിവ് വരും. തിരിച്ച് ഷാർപ്പായിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് എൻ്റെ ചോദ്യത്തിലെ പ്രശ്നം എന്ന് അതൊരു വലിയ കഴിവാണ്. കാരണം നമ്മൾ ചോദ്യങ്ങളും ചോദിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ സെഷൻ തീരുവാണ്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ ഒറ്റ വാചകത്തിൽ നിർത്തട്ടെ. അതായത് നോവൽ എന്ന് പറയുമ്പോൾ വലിയൊരു ഭൂമികയാണ്, നമ്മൾ വലിയ ക്യാൻവാസാണ്. അതിലൊരു കഥ പറയുന്ന പോലെയല്ല, ഒരു ചെറിയ കഥയിൽ, ചെറുകഥയിൽ വളരെ കുറച്ച് പേജുകളിൽ ഈ കാര്യം പറയുന്നത്. അതൊരു ശരിക്കും ഒരു ക്രാഫ്റ്റും എല്ലാം ഉണ്ട്. ഭാഷയുടെ ഒതുക്കം, ഇതെല്ലാം സാധിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. മീരയാണെങ്കിൽ ഒരു കഥയിൽ നിന്ന് തീർത്തും വിഭിന്നമായിട്ട് അത് ഭാഷയിലും നറേഷനിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് എഴുതുന്നത്. ഈ പറയുന്ന തീം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ടത് കൂടിയാണ് ഈ കഥകളുടെ കളക്ഷൻ. നല്ലൊരു വായന ആശംസിക്കുന്നു. താങ്ക് യു മീര. താങ്ക് യു. നിങ്ങളൊക്കെ എനിക്ക് ശേഷം എഴുതുന്നു, നന്നായിട്ട് എഴുതുന്നു എന്നുള്ളതിൽ ഷാഹിനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു.